നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ക്രിപ്റ്റ് കൊള്ളാം വി ഡി സതീശ, പക്ഷേ അങ്ങോട്ട് ഒത്തില്ല. പി വി അൻവർ ഞങ്ങൾക്കൊരു തലവേദനയല്ല, പാർട്ടിയുടെ 7 അയല തടുപ്പിക്കില്ല എന്ന് കട്ടായം പറഞ്ഞത് വി ഡി സതീശനായിരുന്നു. എന്നാൽ ഇതേ വി ഡി സതീശൻ തന്നെ തൻ്റെ ശിങ്കിടിയെ അൻവറിനെ കാണാൻ പറഞ്ഞു വിടുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ പാതിരാത്രിയിൽ പോയി കണ്ടത് ഇപ്പോൾ അങ്ങാടിപ്പാട്ടായി മാറിയിരിക്കെ ഇതിന് പിന്നിലെ ചരടുവലി നടത്തിയത് മുഴുവൻ വി ഡി സതീശനാണ് എന്നുള്ള ആരോപണം ശക്തമാകുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പി വി അൻവറിനെ കാണാൻ പോകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തീരുമാനമെടുത്താലും അത് ഷാഫി പറമ്പിലും വി ഡി സതീശനും അറിഞ്ഞിരിക്കും. ഇരുവരും പറയുന്നതിനനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ടാണ് പി വി അൻവറിനെ സ്വന്തം നിലയ്ക്കാണ് രാഹുൽ പോയി കണ്ടതെന്നും ആ നടപടി ഒട്ടും ശരിയായില്ല എന്നും രാഹുലിന് നേരെ ശാസനയുണ്ടാകുമെന്നും ഇപ്പോൾ കൈമലർത്തിക്കൊണ്ട് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. വി ഡി സതീശൻ്റെ ആവശ്യമാണ് നിലമ്പൂര് കൂടി പിടിക്കണം എന്നുള്ളത്. എന്നാൽ അവിടെ ഒരു വിലങ്ങ് തടിയായി നിൽക്കുന്നത് പി വി അൻവറാണ്. അൻവറിനെ പാർട്ടിയിൽ അടുപ്പിക്കില്ല എന്നൊക്കെ ആദ്യം ഡയലോഗ് അടിച്ചത് വി ഡി സതീശൻ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എടുത്ത് ഒക്കത്തെടുക്കാനും വയ്യ. അതുകൊണ്ട് ഒരു അനുനയ നീക്കമൊക്കെയാണ് ഇപ്പോൾ വി ഡി സതീശനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു രാഹുൽ പാതിരാത്രിയിൽ ഒളിച്ചുപോയി പി വി അൻവറിനെ കണ്ട നടപടിയൊക്കെ. ഷൗക്കത്തിൻ്റെ കാല് വാരാൻ നോക്കിയിരിക്കുകയാണ് പി വി അൻവർ. അതായത് ഷൗക്കത്തിനെ പി വി അൻവർ തന്നെ അവിടെ ഇട്ട് തോൽപ്പിച്ചുകൊള്ളുമെന്ന്. എന്നാൽ ഷൗക്കത്തിനെ ജയിപ്പിച്ചെടുക്കേണ്ടത് ഇപ്പോൾ വി ഡി സതീശൻ്റെയും കൂട്ടരുടെയും ആവശ്യമാണ്. അതിന് പി വി അൻവറിൻ്റെ പിന്തുണ വേണം. വോട്ട് ചോർന്നു പോകരുത്. എം സ്വരാജിനെ മത്സരത്തിൽ ഇറക്കാൻ എന്താണ് CPM-ന് ഇത്ര വലിയ മടിയെന്ന് ചോദിച്ചുകൊണ്ട് വലിയ വെല്ലുവിളി നടത്തിയത് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ചേർന്ന ഗ്രൂപ്പായിരുന്നു. ഇപ്പോൾ സ്വരാജ് കളത്തിലിറങ്ങിയപ്പോൾ ഇവർക്കെല്ലാം വിറയൽ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു പരിഹാസം LDF ഉയർത്തിവിടുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും വി ഡി സതീശനും കൂട്ടർക്കും വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കാണാൻ പോയ നടപടി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. മറ്റു വഴിയില്ലല്ലോ. ചർച്ച നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അൻവർ അടഞ്ഞ അധ്യായമെന്നാണ് UDF നേതൃത്വം തീരുമാനിച്ചതാണ്. രാഹുൽ ചെയ്തത് തെറ്റാണ്, വിശദീകരണമൊന്നും ചോദിക്കില്ല. പക്ഷേ രാഹുലിനെ താൻ ശാസിക്കുമെന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത്. സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ ഒരാളുമായി UDF ഒത്തുതീർപ്പില്ല. UDF-ന്റെ അഭിമാനം വിട്ടുകളഞ്ഞുള്ള ഒരു നടപടിക്കുമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. അൻവറിനോട് 2 കാര്യമാണ് UDF ആവശ്യപ്പെട്ടത്. തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം, എങ്കിൽ തങ്ങൾക്കൊപ്പം വരാം. UDF-ൽ നിന്നും ഒരാൾ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. മത്സരിക്കേണ്ടത് അവനവൻ്റെ ഇഷ്ടം. നിലമ്പൂരിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. സർക്കാരിൻ്റെ 9 വർഷത്തെ പ്രവർത്തനങ്ങളെ തെരഞ്ഞെടുപ്പിൽ വിചാരണ ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അതായത് നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കാൻ നിൽക്കരുത്, UDF-ന്റെ സ്ഥാനാർത്ഥി അതായത് ഷൗക്കത്തിനെ പിന്തുണയ്ക്കണം എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ വി ഡി സതീശൻ മുൻപോട്ട് വെച്ച ആവശ്യം. എന്നാൽ ഇപ്പോൾ അതെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് പി വി അൻവർ മത്സരത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതോടുകൂടി ത്രികോണ മത്സരം നടക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അൻവർ ഇനി എന്തെല്ലാം കളികൾ പുറത്തെടുക്കുമെന്നുള്ളത് കോൺഗ്രസിനെ വലയ്ക്കുകയാണ്. ഇതിനിടയ്ക്ക് പി വി അൻവറിനെ അർദ്ധരാത്രിയിൽ പോയി കണ്ടതിൽ വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ പൂരൻ ട്രോളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പി വി അൻവറുമായുള്ള കൂടിക്കാഴ്ച പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല, പിണറായി സത്തിനെതിരെ സംസാരിക്കുന്ന ആളെന്ന നിലയിലാണ് അൻവറിനെ കണ്ടത്. പിണറായി സത്തിനെതിരെ പോരാടണമെങ്കിൽ UDF ജയിക്കണം, അതുകൊണ്ട് വൈകാരികമായി തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞു. അൻവറിനെ പോലെ പിണറായി സത്തിൻ്റെ ഇരയാണ് താനും, അതുകൊണ്ട് മാത്രം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച നടത്തുമ്പോൾ CPM നേതാക്കൾക്ക് എന്താണ് ഇത്ര ആശങ്ക? അവർ 9 കൊല്ലം കൊണ്ട് നടന്നത് കൂടിക്കാഴ്ചയ്ക്ക് കൊള്ളാത്ത ആളെയാണോ? തോൽവി ഭയക്കുന്നത് CPM ആണ്. കോൺഗ്രസിന് ഒരു ഭയവുമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു വെക്കുന്നത് അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ നിൽക്കരുത് എന്നായിരുന്നു. എന്നാൽ ഇവരുടെ എല്ലാം കാലുവാരിക്കൊണ്ട് ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വി ഡി സതീശൻ അടിമുടി പൊള്ളി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJP CPM ബന്ധം പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ.
നിലമ്പൂരിൽ UDFനെ തോൽപ്പിക്കാൻ തുടക്കം മുതൽക്ക് CPM BJP ധാരണയുണ്ടായിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് BJP ആദ്യം തീരുമാനിച്ചത്. സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ നേതൃത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. UDF വോട്ടുകളെ പിളർത്താൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്ന ഉറപ്പാണ് BJP CPMന് നൽകിയിരിക്കുന്നത്. എന്നാൽ UDFന്റെ ഒരു വോട്ട് പോലും CPMനോ BJPക്കോ പോകില്ല എന്നും VD സതീശൻ പറഞ്ഞു. രാഷ്ട്രീയമായാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സംഘടനാപരമായി UDF അതിശക്തമാണ്. CPMും BJPയും തമ്മിലുള്ള ബന്ധവും വളരെ ശക്തമായതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്ന് അവർ ആദ്യം തന്നെ തീരുമാനിച്ചത്. ദേശീയപാത വ്യാപകമായി തകർന്നു വീണു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അതിന് പിന്നിൽ നടന്നിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന് വലിയ തുകയ്ക്ക് കിട്ടിയ കരാറുകൾ പലതും അതിൻ്റെ പകുതി വിലയ്ക്കാണ് ഉപകരാറുകളായി നൽകിയിരിക്കുന്നത്. ഒരു വർക്കിൽ തന്നെ 500ഉം 1000ഉം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. എന്നിട്ടും കേരള സർക്കാരിന് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു പരാതിയും ഇല്ലെന്നാണ് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി പറയുന്നത്. പാലാരിവട്ടം പാലത്തെക്കുറിച്ചുള്ള ചെറിയ റിപ്പോർട്ട് വന്നപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കിയ പിണറായി സർക്കാരിന് ദേശീയപാത തകർന്നു വീണിട്ടും ഒരു പരാതിയുമില്ല. കേന്ദ്ര സർക്കാരിനെ ഭയന്നാണ് ഒരു പരാതിയും ഇല്ലെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിയും പറയുന്നത്. പഞ്ചവടി പാലമാണ് പാലാരിവട്ടം പാലമെന്ന് പ്രചരണം നടത്തിയ CPM എവിടെ പോയി? ഇവർക്ക് കേന്ദ്ര സർക്കാരിനെ പേടിയാണ്. നിതിൻ ഗഡ്കരി കേരളത്തിലെ CPMനും BJPക്കും ഇടയിലെ പാലമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രമന്ത്രിയെയോ അവർ കുറ്റപ്പെടുത്തുന്നില്ല. ഹൈവേ നിർമ്മാണത്തിലെ അപാകതകൾ കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം മാത്രം മതി ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാകാൻ. ഞങ്ങൾക്ക് ഒരു പരാതിയും ഇല്ലെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. എല്ലായിടത്തും റോഡ് ഇടിഞ്ഞു വീഴുകയാണ്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കാനാകാത്ത അവസ്ഥയാണ്. ഹൈവേ നിർമ്മാണത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നടത്തിയിരുന്ന സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ മിണ്ടാട്ടമില്ല. കേന്ദ്ര സർക്കാരിനെ ഭയമാണ്. ആ ബന്ധമാണ് നിലമ്പൂരിലും നിലനിൽക്കുന്നത്. BJP CPM ബാന്ധവത്തെ തകർത്ത് നിലമ്പൂരിൽ UDF ഉജ്ജ്വല വിജയം നേടും. UDFന്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ സന്ദർശിച്ചത്. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നറിയിച്ചിട്ടും അൻവർ പിറ്റേ ദിവസവും പഴയത് തന്നെയാണ് ആവർത്തിച്ചത്. അതുകൊണ്ട് ആ വാതിൽ UDF അടച്ചതാണ്. അൻവറുമായി ചർച്ച ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാം, രാഹുൽ അൻവറിനെ കാണാൻ പോയത് അത് തെറ്റ് തന്നെയാണ്. ചർച്ചയുടെ വാതിലടയ്ക്കാൻ UDF യോഗമാണ് തീരുമാനിച്ചത്. ഇനി ചർച്ചയില്ല. പത്രിക സമർപ്പിക്കുന്നതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. ജനങ്ങൾ ഈ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. നിലമ്പൂരിൽ BJPയും CPMും തമ്മിലുള്ള ബന്ധം ചർച്ചയാക്കും. കഴിഞ്ഞ തവണ പൂരം കലക്കിയവരും അതിന് കൂട്ടുനിന്നവരും ഇപ്പോൾ പരസ്പരം അഭിനന്ദിക്കുകയാണ്. കേരളത്തെയാണ് ഇവർ കബളിപ്പിക്കുന്നത്. സംഘടനാപരമായി തൃക്കാക്കരയേക്കാളും പുതുപ്പള്ളിയേക്കാളും പാലക്കാട്ടേക്കാളും ശക്തമാണ് നിലമ്പൂർ. LDF ട്രെൻഡ് ഉണ്ടായപ്പോഴും 2700 വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. വിസ്മയകരമായ മുന്നൊരുക്കമാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലം നിലമ്പൂരിലുണ്ടാകും. അത്രയും ശക്തമായതുകൊണ്ടാണ് UDF ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്തത്. K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും CHും പാണക്കാട്ടെ തങ്ങളുമാരും KM മാണിയും TM ജേക്കബും PJ ജോസഫും ബേബി ജോണും ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് UDF. UDFന്റെ അഭിമാനത്തിന് പോറൽ ഏൽപ്പിക്കാൻ അനുവദിക്കില്ല. ഇത് VD സതീശൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. UDFന്റെ ഒറ്റക്കെട്ടായ തീരുമാനം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രം. അതിൻ്റെ പേരിൽ എന്ത് കല്ലേറുണ്ടായാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. അതിനൊന്നും മറുപടിയില്ല. ആര് മത്സരിച്ചാലും ഞങ്ങളുടെ വോട്ട് കുറയില്ല. ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള 2026 പോരാട്ടത്തിന് ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വോട്ട് പോലും പോകില്ല. ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. UDFന്റെ അഭിമാനത്തിന് പോറൽ ഏൽപ്പിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാകില്ല. UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. വരണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. UDFൽ നിന്നും ഒരാൾ പോലും പ്രകോപിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞിട്ടില്ലല്ലോ. UDFന്റെ അഭിപ്രായം പറയുന്ന ആളെന്ന നിലയിലാണ് എന്നെ ചീത്ത വിളിക്കുന്നത്. അതിലൊരു പരാതിയുമില്ല. നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. വരും ദിവസങ്ങളിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുമെന്നും VD സതീശൻ പറഞ്ഞു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കാണാൻ പോയതിൽ തനിക്കൊരു മനസ്സറിവും ഇല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് VD സതീശൻ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് VD സതീശൻ പറഞ്ഞിട്ട് തന്നെയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? എന്തായാലും PV അൻവർ മത്സരിക്കുകയും കൂടി ചെയ്യുന്നതോടെ ഇനി UDFന്
വല്ലാത്ത വേവലാതിയാണ്. ഷൗക്കത്തിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുത്തേ മതിയാകൂ, ഇല്ലെങ്കിൽ നാറി നാണം കെട്ടുപോകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.